നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വലിയ ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മൾ ഇന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന പച്ചക്കറികൾ എത്രത്തോളം സുരക്ഷിതമാണ്? നമ്മുടെ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെല്ലാം കെമിക്കൽ അടങ്ങിയിട്ടുണ്ടാകാം എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഒരു അടുക്കളത്തോട്ടം തുടങ്ങണം, പക്ഷെ എനിക്ക് സമയമില്ല, അതേപോലെ തന്നെ എനിക്ക് അതിനുവേണ്ട സ്ഥലവും കുറവാണ്. പലപ്പോഴായിട്ട് ഞാൻ ചെറുതായിട്ട് തുടങ്ങി നോക്കിയിട്ടുണ്ട്. പക്ഷെ ചെടികൾ ഒന്ന് വളരും, എന്നിട്ട് അതങ്ങ് ഉണങ്ങിപ്പോകും, അല്ലെങ്കിൽ അത് വാടിപ്പോകും. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ഒരു കിച്ചൺ ഗാർഡൻ എൻ്റെ വീട്ടിൽ വളർത്താൻ കഴിയുമോ? നിങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആർക്കും വീട്ടിൽ വളരെ സിമ്പിളായി ഫോളോ ചെയ്യാൻ കഴിയുന്ന 5 സിമ്പിൾ സ്റ്റെപ്പുകളാണ്. ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ നിങ്ങൾക്കും വളരെ സിമ്പിളായി നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു കെമിക്കൽ ഫ്രീ അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ വളരെ ഈസി ആയിരിക്കും. ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ഒരു രീതിയിലല്ല, വളരെ സിമ്പിളായി, വളരെ പ്രാക്ടിക്കലായി, വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിമ്പിൾ സ്റ്റെപ്പുകളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സ്റ്റെപ്പ് 1. നമ്മളിൽ പലർക്കുള്ള ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാമോ? നമ്മൾ ഈ കിച്ചൺ ഗാർഡൻ തുടങ്ങണം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടാവും. കാരണം നമ്മൾ യൂട്യൂബിലും അവിടെയും എല്ലായിടത്തും കണ്ടിരിക്കുന്നത് വലിയൊരു ടെറസ് ഗാർഡൻ, അതിൽ ഒത്തിരി ഗ്രോ ബാഗുകളും ഒത്തിരി ചെടിച്ചട്ടികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കിച്ചൺ ഗാർഡനാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആ സ്വപ്നത്തിലും അതുപോലെ ആയിരിക്കും, ഒരു വലിയൊരു കിച്ചൺ ഗാർഡൻ ആയിരിക്കും നമ്മുടെ സ്വപ്നത്തിലുണ്ടായിരിക്കുക. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു കിച്ചൺ ഗാർഡൻ തുടങ്ങാൻ ഒരുപാട് സ്ഥലം വേണ്ട, ഒരുപാട് സമയം വേണ്ട, വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. നമുക്ക് വേണ്ടത് ഒരു ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു ബാൽക്കണിയോ അല്ലെങ്കിൽ ഒരു ജനവാതിലോ, കുറച്ച് വെളിച്ചം കിട്ടുന്ന ജനവാതിലോ, അല്ലെങ്കിൽ ഒരു കുറച്ച് വെളിച്ചം കിട്ടുന്ന ഒരു കോർണറോ ഉണ്ടായാൽ മാത്രം മതി. നിങ്ങൾക്ക് അവിടെയും തുടങ്ങാം, ഒരു 2-3 ഗ്രോ ബാഗിൽ മാത്രം. ഞാൻ പല വീട്ടിലും കണ്ടിട്ടുണ്ട്, അവർ തുടങ്ങുന്നത് ഒരു 2 അല്ലെങ്കിൽ 3 ഗ്രോ ബാഗിലായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അതൊരു ചെറിയൊരു കിച്ചൺ ഗാർഡൻ ആയി മാറും. കാരണം അവർക്ക് പരിമിതമായ ആ സ്ഥലത്തും പരിമിതമാക്കപ്പെട്ട ആ സമയത്തും അവർ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. 1-2 അല്ലെങ്കിൽ ഒരു 3 ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ഒരു 3 ചെടിച്ചട്ടിയിൽ ചെറിയ പെട്ടെന്ന് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന സാധനങ്ങളിൽ നിന്നും അവർ ആരംഭിക്കും. പിന്നീട് അതൊരു 3-4 മാസം, 5-6 മാസം കഴിയുമ്പോഴേക്കും അത് 10 ചട്ടിയായി, 10-15 ചെടിച്ചട്ടി അല്ലെങ്കിൽ ഗ്രോ ബാഗ് ആയിട്ട് അവർക്ക് അത്യാവശ്യം വേണ്ട ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം അവിടെ ഉണ്ടായിരിക്കും. അതിനാൽ ആദ്യം തന്നെ നമ്മൾ ഈ പെർഫെക്ഷൻ ഒന്നും നോക്കണ്ട, ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ആദ്യം നമുക്ക് വേണ്ടത്. കോൺഫിഡൻസ് പിന്നെ അത് ഉണ്ടായിക്കോളും, അത് സ്ലോലി വരും. അപ്പോൾ ഞാൻ പറയുന്നത്, ആദ്യം നമ്മൾ ഈസി ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഉദാഹരണത്തിന് ചീര പോലുള്ളത്, ചീര തുടങ്ങാം, പുതിന, മല്ലിയില, കറിവേപ്പില, ഇതുപോലുള്ള ഇലക്കറികൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലവും അവൈലബിൾ ആയിട്ടുള്ള സമയവും പിന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടില്ല. ഒരു 20-30 ദിവസത്തിനുള്ളിൽ നിന്ന് നമുക്ക് അതിന്റെ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് വരും. ഇതാണ് ബിഗിനേഴ്സിന് പറ്റിയ ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ, ഏറ്റവും നല്ല ഒരു വഴി അതാണ്. ആദ്യത്തിന് നമ്മൾ അതിൽ നിന്ന്, ആ ചെറുതിൽ നിന്ന് ഒരു സക്സസ് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ്, അതിൽ നിന്ന് നമുക്ക് പടിപടിയായി പിന്നെ ഓരോ മറ്റുള്ള വിളകളെല്ലാം, അതായത് തക്കാളി, പച്ചമുളക്, വെണ്ട, വഴുതന, ഇതുപോലുള്ള ഓരോ ചട്ടി അല്ലെങ്കിൽ ഓരോ ഗ്രോ ബാഗിലായിട്ട് നമുക്ക് തുടങ്ങി അതിനെ ചെറിയ രീതിയിൽ ഒന്ന് വലുതാക്കി നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കിച്ചൺ ഗാർഡൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സ്റ്റെപ്പ് 2. എവിടെന്നെങ്കിലും കിട്ടുന്ന മണ്ണ് അത് നമ്മുടെ പോട്ടിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ നിറച്ചിട്ട് വിത്ത് നടും. അത് ശരിയായ രീതിയിൽ വരാതെ വരുമ്പോൾ നമ്മൾ വിഷമിക്കുകയും ചെയ്യും. പക്ഷെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു മണ്ണും വേണം. അപ്പോൾ മണ്ണാണ് അതിന്റെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ. നമ്മൾ ഒരു കുഞ്ഞിന് ഹെൽത്തി ഫുഡ് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മളെ ചെടിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മണ്ണ് കൊടുക്കണം. എനിക്ക് പേഴ്സണലായിട്ട് റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ 3-1 മണ്ണും 3-1 കോക്കോപീറ്റും, അതായത് ചകിരിച്ചോറും, 3-1 ജൈവവളങ്ങളും. ഇത് മിക്സ് ചെയ്താൽ സോയിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഡ്രെയിനേജും കറക്റ്റ് ആയിരിക്കും, റൂട്ട്സും നല്ല ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യും. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ചെടി വളരും, പക്ഷെ നമ്മുടെ സോയിൽ സ്ലോലി അത് ഡെഡ് ആവും. അതിനാൽ ഓർഗാനിക് രീതിയിലോട്ട് മാറുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഗ്രോ ചെയ്യുന്നത് വെജിറ്റബിൾ മാത്രമല്ല, നമ്മുടെ ഹെൽത്ത് കൂടിയാണ്. സ്റ്റെപ്പ് 3. വാട്ടറിങ്ങും സൺലൈറ്റും ശരിയായി മനസ്സിലാക്കുക. പല ബിഗിനേഴ്സിനും തോന്നുന്നത് വെള്ളം നല്ലപോലെ കൊടുത്തു കഴിഞ്ഞാൽ ചെടി നല്ലപോലെ വളരുമെന്നാണ്.
പക്ഷെ ഈ ഓവർ വാട്ടറിംഗ് ആണ് പല ചെടികൾക്കും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം. ഈ ചെടികൾക്കും നമ്മളെപ്പോലെ തന്നെ ഒരു ബാലൻസ് വേണം. അപ്പോൾ ഒരുപാട് വെള്ളം കൊടുത്താലും പ്രശ്നമാണ്, അതേപോലെ തന്നെ വെള്ളം കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ മോർണിംഗിൽ തന്നെ വെള്ളം കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ സൺലൈറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ചെടികൾക്കും ഒരു 4 മുതൽ 6 മണിക്കൂർ, ചിലപ്പോൾ 8 മണിക്കൂർ വരെ സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് ലഭിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് അതിന്റെ ഫ്ലവറിങ് കിട്ടില്ല, ശരിക്കും അത് നല്ലപോലെ പൂവിടില്ല, അതേപോലെ തന്നെ അതിന് ആരോഗ്യം ഉണ്ടാവില്ല, ഈ ചെടികൾക്ക് രോഗങ്ങൾ കൂടുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച അത്ര ഫ്രൂട്ട്സ് നമുക്ക് ലഭിക്കില്ല. അതിനാൽ നമ്മൾ ഈ പ്ലാന്റ് വെക്കുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പലരോടും പറയുന്ന ഒരു കാര്യം, ഒരു ദിവസം സൺലൈറ്റ് എവിടെയാണ് കറക്റ്റ് ആയിട്ട് വീഴുന്നത് എന്ന് ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് അവിടെ വേണം നമ്മുടെ പ്ലാന്റ് വെക്കാൻ. ഈ ഗാർഡനിങ് എന്ന് പറഞ്ഞത് ഒരു ഹാർഡ് വർക്ക് മാത്രമല്ല, അത് കറക്റ്റ്, അത് ഒബ്സർവേഷൻ ആണ്. അതാണ് ഗാർഡനിങ് എന്ന് പറഞ്ഞത്. സ്റ്റെപ്പ് 4, പെസ്റ്റ് ആൻഡ് ഡിസീസ് വന്നാൽ നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. ഇപ്പോ പല ആളുകളും ഗിവ് അപ്പ് ചെയ്യുന്നത് ഈ സ്റ്റേജിൽ എത്തുമ്പോഴാണ്. ചെടികളിൽ കുറച്ച് കീടങ്ങളെ കണ്ടാൽ, അതേപോലെ തന്നെ ഇലകളെല്ലാം മഞ്ഞ നിറമായാൽ, അതേപോലെ തന്നെ ചെടികൾക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ, ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് കരുതി ആളുകൾ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു ഗാർഡനിങ്ങിന്റെ ഒരു പാർട്ടാണ്. പെസ്റ്റ്, ഡിസീസ്, ഇതെല്ലാം അത് ഫെയിലിയർ അല്ല. ഇത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗാർഡനേഴ്സിന് പോലും, ഫാമേഴ്സിന് പോലും ഇതുണ്ടാവും. ഈ ബിഗിന്നേഴ്സും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ബിഗിന്നേഴ്സ് ക്വിറ്റ് ചെയ്യും, അവരത് സ്റ്റോപ്പ് ചെയ്യും. എന്നാൽ എക്സ്പീരിയൻസ്ഡ് ആളുകൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തും. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഓർഗാനിക് ഗാർഡനിങ്ങിൽ ഇതിന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. വേപ്പെണ്ണ ഉപയോഗിച്ചിട്ടുള്ളതുണ്ട്, വെളുത്തുള്ളി ഉപയോഗിച്ചിട്ടുള്ളതുണ്ട്, മോര്, അങ്ങനെ ഒരുപാട് മാർഗങ്ങൾ ഈ പെസ്റ്റുകളെയും അതേപോലെ തന്നെ ഈ രോഗത്തെയും നമുക്ക് തടഞ്ഞു നിർത്താനുമായിട്ടുള്ള ഒത്തിരി മാർഗങ്ങൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഡെയിലി ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് ചെടിയുടെ അടുത്ത് പോയി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏർലി സ്റ്റേജിൽ അതിനെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ ഗാർഡനിങ് പഠിപ്പിക്കുന്നത് ഒരു പേഷ്യൻസ് കൂടിയാണ്. നാച്ചുറലിന് ഒരു റിതം ഉണ്ട്, അത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും. സ്റ്റെപ്പ് 5, കൺസിസ്റ്റൻസി ആണ് റിയൽ സീക്രട്ട്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. കിച്ചൺ ഗാർഡൻ വിജയിക്കാനുള്ള റിയൽ സീക്രട്ട് കൺസിസ്റ്റൻസി. കുറച്ച് ദിവസം നല്ല എനർജി ആയിട്ട് നമ്മൾ ചെടികളൊക്കെ നോക്കും, പിന്നെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 8-10 ദിവസം നോക്കാതിരുന്നാൽ ചെടികൾ വളരില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടും കിട്ടില്ല. ഡെയിലി നമ്മൾ അതിന് ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മളൊന്ന് കെയർ ചെയ്യണം, ഒന്ന് ഒബ്സർവ് ചെയ്യണം. അതിലെന്തെങ്കിലും കീടങ്ങൾ വന്നിട്ടുണ്ടോ, ഇലകളുടെ അടിയിലും മുകളിലൊക്കെ ആയിട്ട് കീടങ്ങൾ വന്നിട്ടുണ്ടോ, മണ്ണ് ഉണങ്ങിയിട്ടുണ്ടോ, ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നുണ്ടോ, ചട്ടിയിൽ നിന്ന് കറക്റ്റ് ഡ്രെയിനേജ് പോകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ഒരു 5 to 10 മിനിറ്റ്സ് ഒരു ദിവസം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഗാർഡനെ വളർത്തിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ സ്ലോലി നമ്മളുടെ സ്ട്രെസ്സുകളെ കുറക്കാൻ കഴിയും, മൈൻഡും കാമാവും, നമ്മുടെ കുട്ടികൾക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കുട്ടികൾക്ക് നേച്ചറുമായിട്ട് ഒരു കണക്ഷനും കിട്ടും. അതിനുവേണ്ടി ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. കുറച്ച് ചീരയില പറിക്കുമ്പോൾ, അതുപോലെ തന്നെ കുറച്ച് പുതിന പറിക്കുമ്പോൾ, അത് നമുക്ക് മാർക്കറ്റിൽ നിന്നും വാങ്ങുമ്പോൾ ഉള്ള ഒരു ഫീൽ അല്ല. കാരണം ഇത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുത്ത നമ്മുടെ പ്രൊഡ്യൂസാണ്, നമ്മുടെ സ്വന്തം എഫേർട്ടിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം, ഒരു കാമ്, അതൊന്ന് വേറെ തന്നെയാണ്. അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ പേരൻസ് ജനറേഷൻ എന്തുകൊണ്ടായിരുന്നു നല്ല ഹെൽത്തി ആയിരുന്നത്? കാരണം അവർ നേച്ചറിനോട് വളരെ ക്ലോസ് ആയിരുന്നു. അവർ സ്വയം ഉൽപ്പാദിപ്പിച്ച് അവർ ഭക്ഷണം കഴിച്ചിരുന്നു. കെമിക്കൽ ഡിപ്പെൻഡൻസി വളരെ കുറവായിരുന്നു. ഇന്നിപ്പോൾ സിറ്റുവേഷൻസ് എല്ലാം മാറി. ഇന്ന് കുട്ടികൾ വെജിറ്റബിൾസ് അവോയ്ഡ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇഷ്യൂസ് കൂടുന്നു, ഫുഡ് ക്വാളിറ്റി കുറയുകയും ചെയ്യുന്നു. അതിനാൽ ഈ കിച്ചൺ ഗാർഡൻ എന്നത് ഒരു ഹോബി മാത്രമല്ല, നമുക്കൊരു നെസസിറ്റി കൂടിയായി മാറിയിരിക്കുകയാണ്. ഈവൻ ചെറിയ ഒരു ഗാർഡൻ ആയാൽ പോലും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ദയവായി നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഒരിക്കലും ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല. ചില പ്ലാന്റ്സ് ഗ്രോ ആവും, ചിലത് ഫെയിൽ ആകും, അത് സ്വാഭാവികം. ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഒരു ഗാർഡന്റെ ഒരു എൻഡ് ഒന്നുമല്ല, അത് ശരിക്കും ഒരു ഗാർഡനിങ്ങിന്റെ ബിഗിനിങ് ആണ്. ഫെയിലിയർ ആവുമ്പോഴേ നമ്മൾ അത് പഠിക്കാൻ പോകുന്നുള്ളൂ. ഞാൻ പല മിസ്റ്റേക്കും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇത്ര ആളുകളെ എനിക്ക് ഗൈഡ് ചെയ്യാൻ കഴിയുന്നത്. നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഒരു 3 മാസം കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സ്വന്തം വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുകയാണെങ്കിലോ അടുത്ത വർഷം ഇതേ സിറ്റുവേഷൻ ആയിരിക്കും. അതിനാൽ പെർഫെക്റ്റ് ടൈം കാത്തിരിക്കേണ്ട, സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്കും വീട്ടിൽ കെമിക്കൽ ഫ്രീ വെജിറ്റബിൾ ഗാർഡൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിനായിട്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ എങ്ങനെ വിത്ത് പാകം ചെയ്യാം, എങ്ങനെ മണ്ണ് തയ്യാറാക്കാം,
എങ്ങനെ അതിനെ പരിപാലിക്കാം, ഏത് വെജിറ്റബിൾസ് ബിഗിനേഴ്സ് ആദ്യം തിരഞ്ഞെടുക്കണം, ഓർഗാനിക് രീതിയിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, ഈ വക കാര്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സ്റ്റെപ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് എന്ന് മെസ്സേജ് ചെയ്യൂ. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആരെങ്കിലും ഒരു കിച്ചൺ ഗാർഡൻ തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. താങ്ക് യു.